UDF ഗവൺമെൻറ് വന്നതിന് ശേഷം അവർ ഒരു ധവളപത്രം പുറത്തിറക്കിയിരുന്നു. 10 വർഷം ഭരിച്ച് 10ാമത്തെ വർഷമാകുമ്പോഴേക്കും LDF വരുത്തിവെച്ച കടം 5,07,000 കോടി ആയിരുന്നു എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് കൊണ്ട് തന്നെ അമിത ഭാരം സംസ്ഥാനത്തിനുണ്ടാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ധവളപത്രത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇതിനെല്ലാം, അതായത് ധവളപത്രത്തിൽ എന്തൊക്കെ കഴിഞ്ഞ 10 വർഷ ഭരണ നിർവഹണം നടത്തിയ LDFനെതിരെ കണ്ടെത്തിയിരുന്നുവോ അതൊക്കെ തകിടം മറിച്ചുകൊണ്ട് അങ്ങനെയൊന്നുമല്ല, ആ കണക്കുകളൊക്കെ വലിയ തെറ്റായ കണക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ LDFൻ്റെ ധവളപത്രം, പുതിയ ധവളപത്രം വന്നിരിക്കുന്നത്. ആ ധവളപത്രത്തിലെ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ ആർക്കും ചിരി വന്നു പോകും. കാരണം ഇവിടെ ഈ ബജറ്റ് ഡോക്യുമെൻ്റ്, ഈ 10 വർഷക്കാലവും LDF ഗവൺമെൻറ് തന്നെ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ബജറ്റ് ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ 10 വർഷക്കാലത്തെയും ബജറ്റ് ഇൻ ബ്രീഫ് എൻ്റെ കയ്യിലുണ്ട് താനും. അങ്ങനെ ആ ബജറ്റ് ഇൻ ബ്രീഫിലൂടെ നോക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിനു മുൻപ് 5 വർഷം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന UDFൻ്റെ ഭരണം 2011 മുതൽ 2016 വരെയുള്ള കാലത്തെ UDFൻ്റെ ഭരണം, ആ കാലത്തെ ബജറ്റ് ഇൻ ബ്രീഫും കൈവശമുണ്ട്. അപ്പം ആ കാലത്തെ 5 വർഷത്തെ ബജറ്റ് ഇൻ ബ്രീഫിലെ കണക്കുകളും ഈ 10 വർഷത്തെ LDF ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തെ ബജറ്റ് ഇൻ ബ്രീഫിലെ കണക്കുകളും താരതമ്യം ചെയ്യുമ്പോൾ അവർ പറയുന്നതും യഥാർത്ഥ സംഭവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ചിരിക്കണോ അതെയോ പരിഹസിക്കണോ എന്ന് തോന്നിപ്പോവുകയാണ്. ഉദാഹരണത്തിന് UDF ഭരിച്ച് ഇറങ്ങുമ്പോഴേക്കും കടഭാരം അതിഭയങ്കരമായിട്ട് വളർന്നിരുന്നു. 5 വർഷം കൊണ്ട് പല മൾട്ടിപ്പിൾസ് ആയിട്ട് വളർന്നിരുന്നു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു ഈ കടഭാരം എന്ന് പറയുന്നത്? സഞ്ചിത കടഭാരമാണ് ഉദ്ദേശിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. സഞ്ചിത കടം എന്ന് പറയുന്നത് എന്താണ്? സഞ്ചിത കടം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട വർഷം മുതൽ, അതായത് ഇന്ത്യയിലെ FRBM ആക്റ്റിൽ സഞ്ചിത കടത്തെ നിർവചിക്കുന്ന ആ രീതിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ സഞ്ചിത കടം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഫോം ചെയ്തു തുടങ്ങിയ കാലഘട്ടം മുതൽ വാങ്ങിയ പൊതുകടം, ആ പൊതുകടം കൂട്ടിച്ചേർക്കപ്പെട്ടത്, അതായത് മുതലും പലിശയും ഒക്കെ കഴിഞ്ഞ വർഷം വാങ്ങിയതിൻ്റെ ബാക്കി ഈ വർഷത്തോട് കൂട്ടിച്ചേർക്കും. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട് ഇതുവരെ 1956 നവംബർ 1 സംസ്ഥാനം ഫോം ചെയ്യുന്നത്. ആ 56 നവംബർ 1 മുതൽ 2016 വരെ എടുത്ത കടം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരണം വിട്ടൊഴിയുമ്പോൾ എടുത്ത കടം എത്രയായിരുന്നു? 1,53,200 കോടിയായിരുന്നു. 1,53,200 കോടി. ഓർമ്മിക്കണം, 1956 മുതൽ കൂട്ടിച്ചേർക്കപ്പെട്ട കടമാണ് ഈ 1,53,200 കോടി എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റ് ഇൻ ബ്രീഫിലെ തന്നെ കണക്ക് നമുക്ക് നോക്കാം. 4,997.62 കോടി. ഞാൻ ഒന്നോടെ പറയാം, 4,997.62 കോടിയാണ് ഈ ബജറ്റ് ബ്രീഫ് എന്ന ഡോക്യുമെൻറ്റിൽ, അതായത് 2025-26 ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതോടൊപ്പം ഗവൺമെൻറ് LDF ഗവൺമെൻറ് പുറത്തിറക്കിയ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൽ കാണിച്ചിരിക്കുന്ന കടമാണ്. അതായത് ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ സഞ്ചിത കടം എന്നാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ. ആ സഞ്ചിത കടമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 1,53,200 കോടിയായിരുന്നു 2016 ബാറ്റൺ കൈമാറുമ്പോൾ, അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാറി പിണറായി വിജയൻ വരുമ്പോൾ ഉണ്ടായിരുന്ന കടം. ആ കടമാണ് 4,81,997.62 കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നത്. ഓർമ്മിക്കുക, 1956 മുതൽ 2016 വരെ വളർന്ന കടമായിരുന്നു 1,53,200 കോടി. അതാണ് 4,81,997.62 കോടിയായി ഉയർന്നത്. ഇനി
FRBM ആക്ട്, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട്, സംസ്ഥാനങ്ങൾ കടക്കണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നപ്പോൾ 2002 ഈ FRBM ആക്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്നത്. 2003 കേരളവും FRBM ആക്ട് പാസ്സാക്കി. അതനുസരിച്ച് നമ്മുടെ ബജറ്റ്, വരുമാന ക്രമീകരണങ്ങൾ, ചെലവുകൾ ഒക്കെ ക്രമീകരിക്കണം എന്നുള്ളതാണ് നിർബന്ധം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന ആ FRBM ആക്ട് എന്താണ് ഇൻസിസ്റ്റ് ചെയ്യുന്നത്? ഒരു വർഷം എടുക്കുന്ന കടം GSDPയുടെ, അതായത് സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനം, അതിൻ്റെ 3% കൂടാൻ പാടില്ല. ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 3% കൂടുതൽ ആ ഒരു വർഷം കടമെടുക്കാൻ പാടില്ല. അതുപോലെ സഞ്ചിത കടം, ഞാൻ പറഞ്ഞതുപോലെ കൂട്ടിച്ചേർക്കപ്പെട്ട കടം, അത് ഓരോ വർഷവും GSDPയുടെ 29% താഴെ നിൽക്കണം. 29% താഴെ നിൽക്കണം. UDF ഭരണം നടത്തിയിരുന്ന 2011 മുതൽ 2016 വരെയുള്ള വർഷങ്ങളിൽ എല്ലാ വർഷവും 3% വാർഷിക കടം നിജപ്പെടുത്തിയിരുന്നു. അതിന് മുകളിലേക്ക് ഒരു വർഷവും പോയില്ല. കർശനമായിട്ടും 3%, GSDPയുടെ 3% എന്നതിൽ നിജപ്പെടുത്തി. ഒന്നാമത്. രണ്ടാമത്, ആ FRBM ആക്ട് നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ 29%, അതായത് സഞ്ചിത കടം 29% നിർത്താൻ നിഷ്കർഷ കാണിച്ചു. എന്നിട്ടാണ് UDF ഗവൺമെൻറ് കടം വലിയ തോതിൽ വർദ്ധിപ്പിച്ചെന്നും പിന്നെ അതുപോലെ തന്നെ ആകെ താറുമാറാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കണം, ഈ കഴിഞ്ഞ 10 വർഷം അവരുടെ ധവളപത്രം എന്താ പറയുന്നത്? കഴിഞ്ഞ 10 വർഷത്തിൽ 5.5% എന്ന രീതിയിൽ തനത് വരുമാന വളർച്ചയുണ്ടായി, നികുതി വരുമാന വളർച്ചയുണ്ടായി എന്ന്. അതിലെന്താ അത്ഭുതപ്പെടാനിരിക്കുന്നത്? അതേ കാലഘട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ നിങ്ങളൊന്ന് എടുത്തു നോക്കണം, ശരാശരി നികുതി വരുമാന വർധനവ് എത്രയായിരുന്നു എന്ന്. 13% കേന്ദ്രത്തിൻ്റെ നികുതി വരുമാന വർധനവ്. എന്നിട്ട് എന്തുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാന വർധനവ് 5.5% പോയത്? അങ്ങനെ ആ 5.5% പോയത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ നാരങ്ങാനം കേസ് ഓർത്തു പോകുന്നത്. ഓർമ്മയുണ്ടോ? നാരങ്ങാനത്തേക്ക് വില്ലേജ് ഓഫീസിലേക്ക് ഒരു പുതിയ വില്ലേജ് ഓഫീസർ വരുന്നു. എന്തോ ജോസഫ് ജോസഫ് ചേർത്തുള്ളൊരു പേരാണ് അദ്ദേഹത്തിൻ്റെ. വന്നു കഴിഞ്ഞ് അദ്ദേഹം നോക്കുമ്പോൾ മാർച്ച് 31 ആകുമ്പോഴത്തേക്കും കുടിശ്ശികയൊക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ കുടിശ്ശിക കൊടുക്കാനുള്ളവരുടെ ഒക്കെ പേര് കണ്ടുപിടിച്ചെടുത്ത് അദ്ദേഹം ഓരോരുത്തരെയായിട്ട് ടെലിഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു വിരുദ്ധനെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങളുടെ ഇത്ര രൂപ അടയ്ക്കാനുണ്ട്, അത് 31 മുമ്പ് അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ, അടച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെടാ എന്ന്. അപ്പോൾ ഞാൻ ആക്ഷൻ എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നീ ജീവനോടെ ഇരുന്നാലല്ലേ ആക്ഷൻ എടുക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പേടിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം സ്ഥലം മാറിപ്പോകാൻ ശ്രമം നടത്തി. അതിനിടയ്ക്ക് കേസും ഒക്കെ ആയി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് രക്ഷ കിട്ടി. അദ്ദേഹം പോയില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതായിരുന്നു LDF കാലത്തെ നികുതി പിരിവിൻ്റെ സാമർഥ്യം. അതായത് സഖാക്കൾ തീരുമാനിക്കും നികുതി കൊടുക്കണോ കൊടുക്കണ്ടയോ എന്ന്. നിങ്ങൾ CAG റിപ്പോർട്ട് എടുത്ത് നോക്കൂ. 2023-24 CAG റിപ്പോർട്ട് നോക്കിയാൽ 28,000 കോടിയിലധികം നികുതിയാണ് കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. പോട്ടെ, 25-26 റിപ്പോർട്ട് എടുത്ത് നോക്കൂ. അവിടെ 21,000 ചില്ലുവാനും കുടിശ്ശികയാണ് കിടക്കുന്നത്. 2026-27 ഇൻ്ററിം ബജറ്റ് ബാലഗോപാൽ തയ്യാറാക്കിയ ഇൻ്ററിം ബജറ്റിൽ പിരിച്ചെടുക്കാനുള്ള, അതായത് ഇതുവരെ പിരിച്ചെടുക്കാൻ പറ്റാതെ കുടിശ്ശികയായിട്ട് കിടക്കുന്ന നികുതിയെ പറ്റി പറയുന്നത് കേൾക്കുക. 21,100.79 കോടി. ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് സൃഷ്ടിക്കുന്ന കഥകളല്ല. ഇതൊക്കെ LDF ഗവൺമെൻറ് പുറത്തുവിട്ട ബജറ്റിൻ ബ്രീഫിലെ കഥകളാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ ഈ വർഷം ഇപ്പോൾ LDF ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ തന്നെ, ഈ കഴിഞ്ഞ വർഷം LDF ഭരിച്ചിരുന്ന ലാസ്റ്റ് ഇയർ 25-26 വർഷം പിരിച്ചെടുക്കാൻ കിടക്കുന്ന നികുതി കുടിശ്ശികയാണ് 21,100 കോടി. അപ്പോൾ ഈ ധനപ്രതിസന്ധി കേന്ദ്രം തരുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവിടെ നമ്മുടെ മൂക്കിന് താഴെയുള്ള നികുതി പിരിച്ചെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളത് ചോദിക്കണം.
അപ്പോൾ CAG തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. 2023-24 വർഷത്തിലെ 28,000 കോടിയിലധികമാണ്. കൃത്യമായിട്ട് ആ കണക്ക് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ 28,000 കോടിയിലധികമാണ്. ഇങ്ങനെ നികുതി പിരിച്ചെടുക്കാൻ കിടക്കുന്ന സംസ്ഥാന സർക്കാരാണ് പറയുന്നത് വലിയത് 5.5% എന്ന തോതിൽ നികുതി വരുമാന വർധനവുണ്ടായി എന്ന്. അതേ സമയത്ത് കേന്ദ്രത്തിന് 13% നികുതി വരുമാന വർധനവുണ്ടായി എന്ന് ഓർക്കുമ്പോഴാണ് എവിടെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷം അവരുടെ വിജയം ആഘോഷിക്കത്തക്ക രീതിയിലുള്ള കർമ്മം ചെയ്തത് എന്ന ചോദ്യം നമ്മൾ ചോദിച്ചു പോകുന്നത്. 2011-12 മുതൽ 15-16 വരെ ഒറ്റ വർഷം പോലും UDF ഗവൺമെൻറ് സഞ്ചിത കടം GSDPയുടെ 29% മുകളിൽ പോകാതിരിക്കാൻ ശ്രമിച്ചു. സഞ്ചിത കടം 1,53,200 കോടിയിൽ നിജപ്പെടുത്തിയിട്ടാണ് അവർ പടിയിറങ്ങുന്നത്. അതിനുശേഷം ഭരണത്തിലേക്ക് കയറി വന്ന LDF ഗവൺമെൻറ് എന്താണ് ചെയ്തത്? ആദ്യത്തെ 2 വർഷം വലിയ പ്രശ്നമില്ലായിരുന്നു. GSDPയുടെ 29-30 ഈ തരത്തിൽ നിന്നു. ആദ്യത്തെ 2 വർഷം ഭരണത്തിൻ്റെ 2 വർഷങ്ങളിൽ സഞ്ചിത കടം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തുപറ്റി? സഞ്ചിത കടം കുതിച്ചു ചാടാൻ തുടങ്ങി. അത് GSDPയുടെ 29% നിർത്തേണ്ട സ്ഥാനത്ത് 35 ഈ തരത്തിലൊക്കെ ഉയരാൻ തുടങ്ങി. 34, 35, 36, 38. 2023-24 അതെ 2023-24 വർഷത്തെ സഞ്ചിത കടത്തെ പറ്റി CAG പറഞ്ഞിരിക്കുന്ന ഒരു കണക്കുണ്ട്. CAGയുടെ കണക്ക് തന്നെയാണ് കേട്ടോ. ആ കണക്കിൽ എന്താണ് CAG പറഞ്ഞിരിക്കുന്നത്? കടം GSDPയുടെ 38% ഉയരുന്നു എന്ന് വന്നപ്പോഴേക്കും അതിനു മുൻപ് തന്നെ കിഫ്ബി വഴിയും, കിഫ്ബി എന്ന് പറഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിന് വേണ്ടി കടം കൊള്ളുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അതുപോലെ വേറൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളും LDF ഗവൺമെൻറ് 2016 ശേഷം കൊണ്ടുവന്നു. അതാണ് KSSPL, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ്. അതായത് 1,600 രൂപ പെൻഷൻ കൊടുക്കാൻ, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി സ്ഥാപിച്ച സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. അപ്പോൾ ഈ 2 സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയും എടുക്കുന്ന കടം കൂടി ബജറ്റിനകത്തെ 3% കടമെടുക്കാം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്തണമെന്ന് ആരംഭം മുതലേ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവഗണിച്ച് ഇത് ബജറ്റിന് പുറത്താണ്, ബജറ്റിനകത്തല്ല, നിങ്ങൾ ബോദർ ചെയ്യേണ്ട എന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെൻറ് മുൻപോട്ട് പോയത്. അപ്പോൾ ഇത് ബജറ്റിനകത്താണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി CAG ശ്രമിച്ചു. എങ്ങനെയാണ് CAG ശ്രമിച്ചത്? CAG മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചു, നിർമ്മല സീതാരാമനും ശ്രമിച്ചു അവർ വന്നതിന് ശേഷം. എങ്ങനെയായിരുന്നു CAG പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് മസാല ബോണ്ട് പോലെയുള്ള ബോണ്ടുകളിലേക്ക്, കിഫ്ബി ഇറക്കുന്ന ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? മസാല ബോണ്ടിലെ പോലെയുള്ള ഈ കിഫ്ബിയുടെ ബോണ്ടുകൾ, അതിലെ ആദ്യത്തെ ബോണ്ടാണ് മസാല ബോണ്ട്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വെച്ച് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും യശസ് ഉയർത്താൻ വേണ്ടി എന്ന് പറഞ്ഞാണ്, ക്രെഡിബിലിറ്റിയും യശസ്സും ഉയർത്താൻ വേണ്ടി എന്ന് പറഞ്ഞാണ് അവിടെ വെച്ച് ഈ മസാല ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. കനേഡിയൻ പെൻഷൻ ഫണ്ടാണ് 2,185 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആദ്യം നടത്തുന്നത്. 9.73% പലിശയ്ക്കാന്ന് ഓർക്കണം. അപ്പോൾ ഇതുപോലെ വലിയ പലിശയ്ക്കാണെങ്കിൽ പോലും ഗവൺമെൻറ് എങ്ങനെയാണെങ്കിലും ഇടയിലെ കടം കൊള്ളുക, അതായിരുന്നു LDF ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം. ഇതിനെയും നഖശിഖാന്തം CAGയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും എതിർത്തിട്ടുണ്ട്. കാരണം നമുക്ക് RBIയുടെ കൗണ്ടർ വഴിയാണ് സംസ്ഥാന ഗവൺമെൻറ് കടമെടുക്കുന്നത് എങ്കിൽ നോർമൽ ചാൻസിൽ ഏത് സംസ്ഥാന ഗവൺമെൻറ്റിനും വളരെ താണ പലിശയ്ക്ക് വായ്പ കിട്ടും. എന്നിരിക്കെ 9.73% പലിശയ്ക്കൊക്കെ വായ്പ എടുക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിന് എന്ത് പേരിട്ട് നമ്മൾ വിളിക്കേണ്ടത്? പൊതുപണം കൈയിട്ട് വാരി ചെലവഴിക്കാൻ മടിയില്ലാത്ത ഒരു വർഗത്തിൻ്റെ സ്വഭാവം, വർഗ സ്വഭാവം, അതായിരിക്കും രാഷ്ട്രീയ വർഗത്തിൻ്റെ സ്വഭാവം. അങ്ങനെ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും 9.73% പലിശയ്ക്കാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കടമെടുത്തത്. അപ്പം CAG പറഞ്ഞത് എന്താണ്? CAG പറഞ്ഞത്, ആര് തന്നെയാണെങ്കിലും ഈ ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് അവ സോവറിൻ ബോണ്ട് ആയതുകൊണ്ട്. സോവറിൻ ബോണ്ട് എന്ന് വെച്ചാൽ
ഗവൺമെൻറ് സെക്യൂർ ആണ്, ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ആണ് അതിന് കീഴിലുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഈ സംസ്ഥാന ഗവൺമെൻറ് ഫെയിൽ ആയാലോ, ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വരും അവയെ ബെയിൽ ഔട്ട് ചെയ്യാൻ. അപ്പോൾ ഡബിൾ ഗ്യാരണ്ടിയാണ്. ആ ഡബിൾ എൻജിൻ ഗവൺമെൻറ് എന്ന് BJP പറയുന്നത് പോലെ ഇവിടെയും ഡബിൾ ഗ്യാരണ്ടിയാണ്. ആ ഡബിൾ ഗ്യാരണ്ടി കൊണ്ടാണ് ഇതിനകത്തേക്ക് കിഫ്ബിയിലേക്ക് ഇഷ്ടം പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത് എന്ന് CAG രേഖപ്പെടുത്തി. അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഓർമ്മപ്പെടുത്തി. എന്നിട്ടും സാഗൂതം സംസ്ഥാന ഗവൺമെൻറ് കടം വാങ്ങലുമായിട്ട് മുൻപോട്ട് പോവുകയത്. ഇനിയുമുണ്ട് കാരണങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ. രണ്ടാമത്തെ കാരണം ഇത് ബജറ്റിനകത്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, അന്ന് തോമസ് ഐസക് ഒരു സെസ് ഈടാക്കിയിരുന്നു. മോട്ടോർ വെഹിക്കിൾസിൽ, മോട്ടോർ വാഹനങ്ങളിലേക്ക് പെട്രോളിനും ഡീസലിനും ഒരു 1% സെസ്. അപ്പോൾ 1% സെസ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മേൽ ചുമത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ശരാശരി 18 വെഹിക്കിൾ, 1000 പേർക്ക് ഇന്ത്യയിൽ 18 വെഹിക്കിളാണ് ശരാശരി ഉള്ളത്. ആ സമയത്ത് കേരളത്തിൽ 466 വെഹിക്കിൾസ് ഉണ്ട് ശരാശരി. അപ്പോൾ കേരളത്തിൽ ഡോക്ടർ തോമസ് ഐസക് ബുദ്ധിമാനാണേ. ആ ബുദ്ധി കൊണ്ടാണ് അദ്ദേഹം ഈ 1% സെസ് അതിൽ ഈടാക്കിയാൽ നല്ല എമൗണ്ട് കിട്ടും എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ബജറ്റിൽ 1% സെസ് എവിടെ ഈ പറയപ്പെട്ട ഇന്ധനത്തിൽ ഏർപ്പെടുത്തുന്നു. ആ ഇന്ധന സെസ് ബജറ്റിനകത്താണെങ്കിൽ ആ ഇന്ധന സെസ് പോകേണ്ടത് നമ്മുടെ ഖജനാവിലേക്കല്ലേ. പക്ഷേ ഇത് ഖജനാവിലേക്കല്ല, നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ കിഫ്ബിയും ബജറ്റും തമ്മിൽ ഒരു പൊക്കിൾ കൊടി ബന്ധം, ഒരു മാതൃപുത്ര ബന്ധം അല്ലെങ്കിൽ മാതൃപുത്രി ബന്ധം വന്നില്ലേ സുഹൃത്തുക്കളെ? രണ്ടാമത്തെ കാരണം പറയാം. മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50% പോകുന്നത് നേരെ കിഫ്ബി അക്കൗണ്ടിലേക്കാണ്. ദാ വരുന്നു രണ്ടാമത്തെ ബന്ധം. ഈ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ്, അതുപോലെ ആദ്യം പറഞ്ഞ കാരണം സോവറിൻ ഗ്യാരണ്ടി, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് CAG ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും പറഞ്ഞത് ഈ കടം ബജറ്റിന് പുറത്തല്ല ബജറ്റിനകത്താണ് 3% ഒതുക്കണമെന്ന്. എന്നിട്ട് കേൾക്കാതെ മുൻപോട്ട് പോകുന്ന അവസരത്തിലാണ് 2023-24 ഈ പറയപ്പെട്ട ഈ സഞ്ചിത കടം വലിയ ഉയരങ്ങളിലെത്തുന്നു. സഞ്ചിത കടം ബജറ്റിൻ്റെ അതായത് 38% എത്തുന്നു. ഈ 29% നിജപ്പെടുത്തേണ്ടത് 38% എത്തുന്നു. അത് 38% എത്തുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോഴേക്കും 23-24 ഒക്കെ ആയപ്പോഴേക്കും കേന്ദ്ര ഗവൺമെൻറ് കടും പിടുത്തം പിടിച്ചു. ഈ 2 കടത്തെയും, അതായത് പിന്നെ കിഫ്ബി വഴിയും KSSPL വഴിയും എടുക്കുന്ന കടത്തെ ബജറ്റിനകത്തെ കടമാക്കി മാറ്റണം, എന്നാലേ പറ്റൂ എന്ന്. അപ്പോൾ അതിനെതിരായിട്ടാണ് സുപ്രീം കോടതിയിലൊക്കെ പോയതെന്ന് ഓർക്കണം സംസ്ഥാന ഗവൺമെൻറ്. അങ്ങനെ ഈ പറയപ്പെട്ട 2 കടവും കൂടി ചേർക്കുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ബോറോയിങ് എത്ര കോടിയായിരുന്നു? 3,85,000 കോടി. 3,85,000 കോടി. അതിൻ്റെ കൂടെ കിഫ്ബിയുടെ ബോറോയിങ് ആ വർഷത്തെ, അതായത് 2023-24 കിഫ്ബിയുടെ ബോറോയിങ് 5,109 കോടി. KSSPLൻ്റെ ബോറോയിങ് 2,949 കോടി. കിഫ്ബിയും KSSPLും കൂടി 2023 വരെ എടുത്ത കടം, അതായത് ആ പ്രീവിയസ് ഇയേഴ്സിൽ എടുത്ത കടം, അതെല്ലാം കൂടി ചേരുമ്പോൾ 21,417 കോടി. അപ്പോൾ ഈ 4 ഐറ്റങ്ങളും, അതായത് ബജറ്റിനകത്തെ കടം, കിഫ്ബി വഴിയുള്ളത്, KSSPL വഴിയുള്ളത്, കിഫ്ബിയും KSSPLും കൂടെ 2023 മുൻപുള്ള വർഷങ്ങളിൽ എടുത്തത്, എല്ലാം കൂടി നോക്കിയപ്പോൾ 4,14,475 കോടി കടമായി. ഏത് വർഷം? 2023-24 വർഷം. ഇത് ആ വർഷത്തെ GSDPയുടെ 38% ഉയർന്നു. ഇതൊക്കെ ബജറ്റ് പറയുന്ന സത്യങ്ങളാണ്, ഞാൻ വളച്ചൊടിക്കുന്നതല്ല. ബജറ്റ് ഡോക്യുമെൻ്റ് ഇതാ ഇരിക്കുക എൻ്റെ കയ്യിൽ ഇവിടെ. എന്നിട്ട് അപ്പോൾ എന്താ സംഭവിക്കും? 38% അത് ഉയർന്നപ്പോഴേക്കും ഫിച്ച് റേറ്റിംഗ്, ഒരു റേറ്റിംഗ് ഏജൻസി, ഒരു അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസിയാണ് ഫിച്ച് റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിച്ച് റേറ്റിംഗ് ഏജൻസീസ് A+, A-, പിന്നെ B+,
ബി പ്ലസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അപ്പം നമ്മുടെ റേറ്റിംഗ് ആ സമയത്ത് ഈ സ്റ്റേബിൾ അതായിരുന്നു, ബി സ്റ്റേബിൾ ആയിരുന്നു കേരളത്തിൻ്റെ റേറ്റിംഗ്. അത് ഉടനെ, അതായത് ഈ GSDPയുടെ 38% സഞ്ചിത കടം ഉയർന്നപ്പോഴേക്കും അത് ബി നെഗറ്റീവായിട്ട് റേറ്റിംഗ് താണു. റേറ്റിംഗ് താണപ്പോൾ എന്ത് സംഭവിച്ചു? സംസ്ഥാന ഗവൺമെൻറ് റിസർവ് ബാങ്ക് വഴി വായ്പ എടുക്കാൻ ചെന്നാൽ പോലും ഭയങ്കര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായ അവസ്ഥ വന്നു. അപ്പോഴേക്കും വലിയ ക്രിറ്റിസിസം, വിമർശനം ഓൾ ഓവർ ഇന്ത്യ ഉണ്ടാകുന്നു. എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് പോലും താഴെ പോകും, ഇങ്ങനെ ഒരു സംസ്ഥാനം കടക്കണിയിലേക്ക് പോകുന്ന രീതിയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് താണാൽ എന്ന ഗതി വന്നു. അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചത്, വളരെ നിർബന്ധപൂർവം നിർദ്ദേശിച്ചത്, കിഫ്ബി വഴിയും KSSPL വഴിയും എടുക്കുന്ന കടം ബജറ്റിനകത്ത് കൊണ്ടുവരണം. ഇനി ബജറ്റിന് പുറത്ത് ഈ ഇൻസ്ട്രുമെൻറ്റ്സ് വഴി കടം എടുത്തുകൂടാ എന്ന തീരുമാനത്തിൽ എത്തുന്നത്. അപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻറ് സുപ്രീം കോടതിയെ അഭയം പ്രാപിക്കുന്നത്. സുപ്രീം കോടതി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി, ദീർഘമായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ കടം മേടിക്കൽ എന്ന കടും പിടുത്തം വേണ്ട എന്ന നിർദ്ദേശം നൽകി. പക്ഷേ തൽക്കാലം പിടിച്ചു നിൽക്കാൻ കേന്ദ്ര സഹായം കൊടുക്കാൻ ആവശ്യപ്പെടുകയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരികയും ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ധവളപത്രം കടം എടുക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ധവളപത്രത്തിൽ പറഞ്ഞ UDF ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം അതുകൊണ്ട് നമ്മൾ പറയാം ഇനിയുള്ള വർഷം. അപ്പോൾ ആ പ്രാവശ്യം തന്നെ CAG 2025-26 CAG ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, കേരളത്തിൻ്റെ ബജറ്റിലെടുത്തിരിക്കുന്ന കടം 25-26 ബജറ്റിൽ കാണിച്ചിരിക്കുന്ന കടം എത്രയാണ്? 4,81,997 കോടിയാണ് ബജറ്റിൽ കാണിച്ചിരിക്കുന്ന കടം. ഏത് വർഷത്തെ? 2025-26 വർഷത്തെ. ആ 25-26 വർഷത്തെ കടമാണല്ലോ UDFൻ്റെ ധവളപത്രത്തിൽ 5,07,000 കോടി എന്ന് കാണിച്ചിരിക്കുന്നത്. അത് മാനിപ്പുലേറ്റഡ് അക്കൗണ്ടാണ്, എക്സാജറേറ്റഡ് അക്കൗണ്ടാണ്, തെറ്റാണ് എന്നാണ് ധവളപത്രം, LDFൻ്റെ ഈ പുതിയ ധവളപത്രം പറയുന്നത്. എങ്ങനെ അത് മാനിപ്പുലേറ്റഡ് ആകും? CAG 2025-26 കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ 4,81,997 കോടി ബജറ്റിൽ കാണിച്ചിരിക്കുന്ന കടം, അതിനകത്ത് എന്തുൾപ്പെടുത്തണം? കിഫ്ബി വഴിയും KSSPL വഴിയും എടുത്ത കടം. അങ്ങനെ CAG തന്നെ അന്ന് പറഞ്ഞിരുന്നു 6,04,000 കോടിയാണ് 25-26 കടമെന്ന്. അത് മറച്ചു വെച്ചുകൊണ്ട് ഇവരാരും CAG റിപ്പോർട്ടുകൾ നോക്കാറില്ലായിരിക്കാം. ആ സമയത്ത് അതിനെ അനുബന്ധിച്ച് പത്രവാർത്തകളും വന്നിരുന്നു. ആ പത്രവാർത്തകളും ഇവരാരും കാണുന്നില്ലായിരിക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് LDF ഗവൺമെൻറ്റിന് തട്ടിത്തടവി മുന്നോട്ട് പോകുന്ന ഏതോ ഒരു ഗവേഷണ വിദ്യാർത്ഥി ഈ പറയപ്പെട്ട ഒരു പുതിയ കണക്ക് ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കണക്ക്, ഏത് കണക്കാണ് ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? പല തരത്തിൽ, അതായത് ഈ കടത്തിനെ തന്നെ പല രീതിയിലാണ് അതിനകത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? വിപണി വായ്പകളും കേന്ദ്ര വായ്പകളും അടങ്ങുന്ന പൊതുകടമായ 3.47 ലക്ഷം കോടി രൂപ, അതിൽ GDPയുടെ 24.3% മാത്രമേ വരൂ എന്ന്. അതായത് അതിനകത്ത് ഈ പറയപ്പെട്ട സഞ്ചിത കടത്തിൽ നിന്ന് ചില കടങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവസാനം 24.3 ലക്ഷം കോടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പ്രത്യേക ഗവേഷണ വിദ്യാർത്ഥി. അത് LDFനെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രക്രിയ ആയിരിക്കണം. എന്തുകൊണ്ട് CAG അങ്ങനെ ഒരു നിഗമനത്തിലെത്താം. പക്ഷേ നമ്മൾ ആ നിഗമനം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ആ നിഗമനം ഇവിടെ തെറ്റാണ്. എന്തുകൊണ്ട് ഇവിടെ തെറ്റായി? അതായത് FRBM ആക്റ്റിൽ സഞ്ചിത കടം എന്ന് പറയുന്ന ഒരു കോളം, ആ കോളത്തിൻ്റെ കീഴിൽ എന്തൊക്കെയാണുള്ളത്? ആ കോളത്തിൻ്റെ കീഴിലുള്ളത് എല്ലാം ചേർത്തിട്ടാണ്, അതായത് FRBM ആക്ട് സഞ്ചിത കടം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ സഞ്ചിത കടം 29 കൂടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സഞ്ചിത കടമാണ് 33. അതായത് ഇപ്പോൾ ബാലഗോപാൽ ഇപ്പോൾ അവതരിപ്പിച്ചിട്ട് പോയ ഇന്ത്യൻ ബജറ്റിൽ പോലും അത് 33% മുകളിലാണ് കിടക്കുന്നത്. അതിൽ നിന്ന് ഒരു വെട്ടിത്തിരിവും
FRBM ആക്ട് വരുത്തിയിട്ടില്ല. ആക്ട് എന്തു പറയുന്നുവോ അത് വളരെ കണിശമായ കാര്യങ്ങളായിരിക്കും. ആ കണിശമായ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഗവേഷണ വിദ്യാർത്ഥി അവരുടെ സ്വപ്ന സാദൃശ്യമായ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും വെട്ടിക്കുറച്ചിലുകൾ കുറച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കുറവായിട്ട് കണക്കാക്കുന്നത് പമ്പര വിഡ്ഢികൾ മാത്രമേ കണക്കാക്കൂ. അതല്ലാതെ FRBM ആക്ട് വെച്ച് വിധി എഴുതുന്ന ഒരു ഗവൺമെൻറ്റോ നിരൂപകരോ നിരീക്ഷകരോ ആരും തന്നെ അത് ചെയ്യുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രക്കാരുടെ മുൻപിൽ പറഞ്ഞ പദം ഞാൻ പറയട്ടെ. 1,10,000 കോടിയുടെ വായ്പയാണ് കിഫ്ബി വഴി ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഈ ഇലക്ഷൻ ഡിക്ലയർ ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രങ്ങളോട് പറഞ്ഞു. അത് പത്രങ്ങളിലൊക്കെ വാർത്തയായി വന്നതാണ്. 1,10,000 കോടി. ഈ 2026 ഇലക്ഷന് മുൻപാണ് അത് പറഞ്ഞത് എങ്കിൽ ഏത് വർഷം എടുത്ത കടത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്? മുഴുവനും ഇപ്പോഴല്ല എടുത്തെങ്കിൽ ഈ വർഷവും കട എടുത്തു എന്നുള്ളതിൻ്റെ തെളിവല്ലേ അത്? അപ്പം അതൊക്കെ മറച്ചു വെച്ചിട്ട് ആരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ് ഈ പുതിയ ധവളപത്രം കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പുതിയ ധവളപത്രം ഡോക്ടർ തോമസ് ഐസക് കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇത്തരം കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കള്ളവായ്ത്താരിയുടെ ധവളപത്രം കൊണ്ടുവന്ന് ജനങ്ങളുടെ മുൻപിൽ UDF ഗവൺമെൻറ്റിനെ താറടിച്ച് കാണിക്കണമെന്ന് വിചാരിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ നിൽക്കട്ടെ. ഇനി നമുക്ക് കേന്ദ്രത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ UDFിൻ്റെ ധവളപത്രത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കേന്ദ്രത്തോട് വെട്ടിക്കുറയ്ക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും UDF വിമർശിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേന്ദ്രത്തെ. അതായത് 68 സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നതിനെയൊക്കെ വെട്ടിക്കുറച്ച് 28 ആക്കി കേന്ദ്ര ഗവൺമെൻറ്. അതായത് BJP ഗവൺമെൻറ് 2014 അവർ ഭരണത്തിൽ വരുമ്പോൾ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് 68 ഉണ്ടായിരുന്നു. ആ 68നെയാണ് വെട്ടിച്ചുരുക്കി 28 ആക്കിയത്. ചുരുക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്, അവർ ഓരോന്നും വെട്ടിച്ചുരുക്കുമ്പോഴും മാറ്റുകയൊക്കെ ചെയ്യുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഷെയർ കുറച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഷെയർ കൂട്ടും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണല്ലോ VBG റാംജി, തൊഴിലുറപ്പ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. അത് 2005 UPA ഗവൺമെൻറ് കൊണ്ടുവരുന്ന സമയത്ത് അന്ന് LDFും അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് 100 രൂപ അതായത് 10:90 10% സംസ്ഥാന ഗവൺമെൻറ് തലയിൽ, 90% കേന്ദ്രത്തിൻ്റെ ഷെയർ. അങ്ങനെയായിരുന്നു ആ പദ്ധതി. ഇപ്പോൾ ഈ 2026 വരെ നടപ്പാക്കിയിരുന്നത്. ഇപ്പോൾ അതെങ്ങനെയാക്കി? 40:60, അതായത് 40% സംസ്ഥാനങ്ങളുടെ തലയിലായി, 60% കേന്ദ്രത്തിൻ്റെ കുറച്ചു. അപ്പം ഇതുപോലെ ഈ 28 പ്രോഗ്രാമായിട്ട് കുറച്ച് 28 പ്രോഗ്രാമിൻ്റെ കാര്യത്തിലും കേന്ദ്രത്തിൻ്റെ ഷെയർ കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ കൂട്ടി. അത് വസ്തുതയാണ്. അതിനെതിരെ പ്രതിരോധിക്കണം. എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ച് നിന്ന് പ്രതിരോധിക്കണം. കേന്ദ്രത്തിൻ്റെ അടുത്ത് നിന്ന് കണക്ക് പറഞ്ഞ് വാങ്ങാൻ കഴിയണം. അത് അരുത് എന്ന് ധവളപത്രത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ധവളപത്രം ഇറക്കിയത് സംസ്ഥാനം എന്താണ് ചെയ്യുന്നത് എന്ന കാര്യമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ഈ ചെയ്തികളെയാണ്. ഈ ധനപ്രതിസന്ധിയിലേക്ക് വലിച്ചിഴച്ച ചെയ്തികളെയാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഈ പറയപ്പെട്ട 68 സ്കീംസിന് 28 ആക്കി ചുരുക്കിയെങ്കിൽ അത് കേരളത്തിനെ മാത്രം ബാധിക്കുന്നതല്ല, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ്. അപ്പം അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അല്ല ഒരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ധവളപത്രത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ തരത്തിലല്ല പക്ഷേ ഇവരത് LDF അതെടുത്തത്. ഇനി അത് പോകട്ടെ. അതിനേക്കാൾ ഉപരി ഇനിയുമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഫിനാൻസ് കമ്മീഷൻ റിവാർഡ് വഴി കിട്ടുമായിരുന്ന ഡെവല്യൂഷൻ വെട്ടിക്കുറച്ചു. അപ്പോൾ അതും ശരിയാണ്, അങ്ങനെ വെട്ടിക്കുറച്ചു. അതുകൊണ്ടാണ് 2.53 ആയിരുന്നു 14th ഫിനാൻസ് കമ്മീഷനിൽ, അത് 1.92 ആയി 15th ഫിനാൻസ് കമ്മീഷനിൽ. അതിനുശേഷം സംസ്ഥാനങ്ങളെല്ലാം അതിനെതിരെ പ്രതിഷേധിച്ചത് കൊണ്ടാണല്ലോ, പ്രത്യേകിച്ച് വിക്ടിംസ് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ വിക്ടിമൈസ്ഡ് ആയത്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ പ്രതിരോധം കാരണം 16th ഫിനാൻസ് കമ്മീഷൻ അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ആ മാറ്റവും പോരാ. അതിന് എല്ലാ സംസ്ഥാനങ്ങളും ഒന്നിച്ചു നിന്ന് നേടിയെടുക്കേണ്ട കാര്യമാണ്. അത് ധവളപത്രത്തിലിട്ട് അലക്കേണ്ട കാര്യമായിട്ട്
മാത്രം നോക്കേണ്ട. ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. അതുപോലെ എന്തൊക്കെയാണ് ഈ ഗവൺമെൻറ് അതിൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ചെയ്തത് എന്തൊക്കെയാണ്, കേന്ദ്രം എന്ത് ചെയ്തില്ല എന്നല്ല, സംസ്ഥാന ഗവൺമെൻറ് LDF ഗവൺമെൻറ് 10 വർഷക്കാലം കൊണ്ട് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്തൊക്കെ ചെയ്തു എന്നാണ് ധവളപത്രത്തിന് ഊന്നൽ. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഈ കേന്ദ്രം തരുന്നതിൽ ഉള്ള വെട്ടിക്കുറച്ചിലിനെ പറ്റിയൊക്കെ അത്ര ഗൗരവതരമായ ചർച്ച ആ ധവളപത്രത്തിൽ ഉണ്ടാകാതെ പോയത്. ഇനി അതുപോലെ തന്നെ വേറൊന്ന്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് എയ്ഡ് മറ്റ് സഹായങ്ങളൊക്കെ, ഉദാഹരണത്തിന് നമ്മൾ പ്രൊക്യൂർമെന്റ് പ്രോഗ്രാം തന്നെ എടുക്കുക. 2002 MS സ്വാമിനാഥൻ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 2004 പ്രൊക്യൂർമെൻറ്റിന് 24 ഉൽപ്പന്നങ്ങൾക്ക് പ്രൊക്യൂർമെൻറ്റ് വില നിശ്ചയിക്കുന്നതും ഒക്കെ. അപ്പം അന്ന് മുതൽ നമുക്ക് നെല്ല്, എന്താ പറയുക, തേങ്ങ, ഈ 2 ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ നിന്ന് പ്രൊക്യൂർമെൻറ്റ് ലഭിക്കുന്നത്. അത് UDF ഗവൺമെൻറ് കാലത്ത് കൃത്യമായിട്ട് കർഷകർക്ക് അതിൻ്റെ വില കിട്ടുമായിരുന്നു. LDF ഗവൺമെൻറ് വന്ന 10 വർഷക്കാലം കൊണ്ട് പാഡി റെസീറ്റ് ഷീറ്റിലേക്ക് ആ പേയ്മെൻറ്റ് ഒതുങ്ങുന്നു. നമുക്കറിയാം അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളവരുടെ പ്രശ്നങ്ങളാണ്, മുഴുവനും പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണ് ആ സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് നെല്ലിനും കൊപ്രായ്ക്കുമുള്ള പ്രൊക്യൂർമെൻറ്റ് പ്രൈസ് അത് കിട്ടാതെ പോകുന്നത്? കാരണം വാങ്ങിയ പണത്തിൻ്റെ, അതായത് എങ്ങനെയാണ് ഇപ്പോൾ നെല്ലിൻ്റെ പ്രൊക്യൂർമെൻറ്റ് പ്രൈസ് ആണെങ്കിലും അന്ന് നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞ കഥ ഞാൻ ഓർക്കുന്നു. അത് പ്രൊക്യൂർ ചെയ്ത് പ്രൊക്യൂർമെൻറ്റ് കോസ്റ്റ്, അതോടൊപ്പം തന്നെ പ്രൊക്യൂർ ചെയ്യുമ്പോൾ കർഷകർക്ക് കൊടുക്കേണ്ട വില, അതുപോലെ തന്നെ അതിന് മറ്റുള്ള കയറ്റിറക്ക് കൂലികൾ, അപ്പം നെല്ലാണെങ്കിൽ ഉണങ്ങി അത് പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നത് വരെ വരുന്ന ചെലവുകളെല്ലാം ചേർത്താണ് പ്രൊക്യൂർമെൻറ്റ് പ്രൈസ്. അപ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ് ആദ്യം വഹിച്ച് അതിൻ്റെ ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ ചെല്ലുമ്പോഴാണ് ആ പണം കേന്ദ്രം തരുന്നത്. അപ്പോൾ ഈ ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ ചെല്ലാനുണ്ടാകുന്ന താമസം, 2018 ഓഡിറ്റഡ് റിപ്പോർട്ട് 2024 ചെല്ലുന്നത്. ആ തരത്തിൽ കാലവിളംബം ഉണ്ടാകുന്നത് ആരുടെ കാര്യക്ഷമതയില്ലാത്തത് കൊണ്ടാണ്? ബഹുമാനപ്പെട്ട LDF ഗവൺമെൻറ് അത് കാര്യക്ഷമതയ്ക്ക് മാർക്കിടുമെന്ന് പറഞ്ഞു വന്ന മുഖ്യമന്ത്രി തൊട്ട് എല്ലാവരും കാര്യക്ഷമതയിൽ വലിയ പരാജയമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഓഡിറ്റഡ് റിപ്പോർട്ട് കേന്ദ്രത്തിലെത്താത്തതും സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടി കർഷകരെ സഹായിക്കാതിരുന്നതും. കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, അതുപോലെ തന്നെ കർഷകർ നിത്യ ദുരിതത്തിലേക്ക് പോകുന്നു, കൃഷി അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥ. എന്നിട്ട് ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു UDF ഗവൺമെൻറ് കാലത്താണ് കൃഷിയും കാർഷിക മേഖലയും തളർന്നു പോയത്, LDF അതിനെ പച്ച പിടിപ്പിച്ച് പൊക്കിക്കൊണ്ടുവന്നു എന്ന്. ഇതാണ് ഈ പാഡി റെസീറ്റ് ഷീറ്റിൻ്റെ പേരിൽ പോലും ആത്മഹത്യ ചെയ്ത കർഷകരുള്ള കേരളത്തിലെ ജനങ്ങളോടാണ് ഇത്തരം ഒരു കള്ള പ്രചാരണവുമായിട്ട് ധവളപത്രം കൊണ്ട് വന്നിരിക്കുന്നത്. ആരെ വിശ്വസിപ്പിക്കാനാണ് എന്ന് ഒന്ന് പ്രത്യേകമായിട്ട് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇതുപോലെ ഈ ധവളപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മൊത്തം കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ധവളപത്രം, UDF കൊണ്ടുവന്ന ധവളപത്രത്തെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് എങ്കിൽ ഇത് വലിയ വിവരക്കേടാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ വൈരം തീർക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു 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 ധവളപത്രമാണ്. ധവളപത്രം ഇറക്കുന്നതിന് മുൻപ് അതിൽ പറയുന്ന കാര്യങ്ങളെപ്പറ്റി സമഗ്രമായി പഠിക്കാനുള്ള മനസ്സ് കാണിക്കണം, സത്യസന്ധത കാണിക്കണം, ജനങ്ങളോടാണ് കൂറ് പുലർത്തേണ്ടത്. അല്ല രാഷ്ട്രീയ വൈരം ചെലുത്തി ജനങ്ങളിൽ ഇഞ്ചക്റ്റ് ചെയ്ത് ജനങ്ങളെ വിഷം കുത്തിവെക്കുകയല്ല വേണ്ടത്, വസ്തുത പറയുകയാണ് വേണ്ടത്. ശരിയായിട്ട് തന്നെ പറയണം. അവിടെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളോടൊപ്പമാണോ അല്ലയോ? ഇപ്പോൾ ഇത് കണ്ട ഈ ധവളപത്രം കണ്ടാൽ തോന്നും ഈ പാർട്ടി ഒരിക്കലും ജനങ്ങളോടൊപ്പം ആയിരുന്നില്ലെന്ന്. ആയിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ കള്ളം കൊണ്ട് ഒരു ധവളപത്രം സൃഷ്ടിക്കാൻ LDFന് കഴിയുമായിരുന്നില്ല.